ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആയത്തുള്ളമാരുടെ കാലം ഇറാനിൽ കഴിഞ്ഞു എന്നാണ് നമ്മൾ കരുതിയത്. ഇനി പെസഷ്കിയാൻ്റെ ഒരു നവഭരണകൂടമൊക്കെയാണെന്ന് കരുതും. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഹിജാബ് നിർബന്ധമാക്കുന്നു, അത് ധരിച്ചില്ലെങ്കിൽ തലവെട്ടിക്കളയും, അല്ലെങ്കിൽ വൻതോതിൽ പിഴ ഈടാക്കും. അപ്പോൾ വീണ്ടും മത തീവ്രവാദികൾ ഇറാനിൽ ഭരണം പിടിച്ചു അല്ലെങ്കിൽ നിലനിർത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മസൂദ് പെഷസ്കിയാൻ അവിടുത്തെ പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ വളരെ പ്രതീക്ഷ ജനിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹം ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റും ആ രീതിയിൽ നല്ല വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉള്ള ആളാണ്, ലോകപരിചയമുള്ള ആളാണ്, ഈ മോഡേൺ വേൾഡ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇറാനിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രസിഡൻ്റ് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആയത്തുള്ള തീരുമാനിക്കുന്നതാണ് നിയമം, ആയത്തുള്ള ചിന്തിക്കുന്നതാണ് നിയമം. അതിനപ്പുറം വേറെ നിയമങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോൺട്രവേഴ്സ്യലായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ഈ ഹിജാബിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഹിജാബിൻ്റെ കാര്യത്തിൽ അധികം സ്ട്രിക്റ്റ് ആകണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് പെഷസ്കിയാനുള്ളത്. കാരണം നമുക്കറിയാമല്ലോ, കുറേ നാൾ മുമ്പ് മാസാമീനി എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 2022 ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ഹിജാബ് ധരിച്ചിരിക്കുന്നത് ശരിയായിട്ടില്ലെന്നോ എന്തോ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ അവിടെ പോലീസുകാർ ഈ മൊറാലിറ്റി പോലീസ് അല്ലെങ്കിൽ സദാചാര പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ ശവശരീരമാണ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ അതിനെ ചൊല്ലിയൊക്കെ ഭയങ്കര റയറ്റ് ലൈക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നു. കുറേ പേര് കൊല്ലപ്പെട്ടതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി പതുക്കെ ഇതിലൊരു മാറ്റം വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോൾ അവർ പുതിയ നിയമോർണ കൊണ്ടുവന്നിരിക്കുകയാണ്, കൾച്ചർ ഓഫ് ചാസ്റ്റിറ്റി ആൻഡ് ഹിജാബ്. അതനുസരിച്ച് ന്യൂഡിറ്റി, ഇൻഡീസൻസി, അൺവെയിലിംഗ്, ഈ വെയിൽ മാറ്റുന്നതൊക്കെ വലിയ ഔട്ട്റൈറ്റ് ക്രൈംസ് ആയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിന് പലതരം ശിക്ഷകളുണ്ട്. ആദ്യത്തെ ഒരു ശിക്ഷ എന്ന് പറയുന്നത് $15,700 പണമായിട്ടുള്ള ശിക്ഷയുണ്ട്. പിന്നെ വേറൊന്ന് ലാഷസ്, നല്ല ചാട്ടവർണ്ണടിക്കും ഈ സ്ത്രീകളെ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ. പിന്നെ അത് കുറച്ചുകൂടി സീവിയറായിട്ട് വരികയാണെങ്കിൽ അത് 5 to 15 years വരെ ജയിലിൽ കിടക്കാം. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡിക്ലെയർഡ് കറപ്ഷൻ ഓൺ എർത്ത് എന്നുള്ള വകുപ്പിലേക്ക് മാറും. കറപ്ഷൻ ഓൺ എർത്ത് എന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ ഈ ഹിജാബിൻ്റെ പേരിലായാലും കറപ്ഷൻ ഓൺ എർത്ത് എന്നുള്ള കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി ഡെത്ത് പെനാൽറ്റി. അതാണ് ഇപ്പോൾ പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹിജാബ് നിയമത്തിൽ യാതൊരു അയവും വന്നിട്ടില്ല. അതൊന്നുകൂടി കർക്കശമാക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഹിജാബിനെതിരെ ഏത് തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തിയാലും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് പീസ്ഫുൾ, ഗാന്ധിയൻ സ്റ്റൈലിലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് സീരിയസ് ആയിട്ടുള്ള ക്രൈമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. ഇതിനെതിരെ എന്ത് ചെയ്താലും, അതായത് ഹിജാബിനെതിരെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ക്രൈമാണ്. മാത്രമല്ല, ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഇത് വേണ്ട, ഈ ഹിജാബ് വേണ്ട എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഉപദേശിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും ക്രൈമാണ്. പിന്നെ ടാക്സി ഓടിക്കുന്നവർക്കും അതേപോലെ സ്കൂൾ അതോറിറ്റീസിനൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും ഹിജാബില്ലാതെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ പോലീസിനെ അറിയിക്കണം, മൊറാലിറ്റി പോലീസിനെ അറിയിക്കണം. അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. അപ്പം ആദ്യം മാസാമീനെയാണ് ഈ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി പിന്നെ ശവശരീരം തിരിച്ചു കിട്ടി. പിന്നെ ഇപ്പോൾ വീണ്ടും ഒരു പെൺകുട്ടിയെ കൂടി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ പെൺകുട്ടി ഇവിടുത്തെ ഹിജാബ് നിയമങ്ങളൊക്കെ മടുത്തു കഴിഞ്ഞിട്ട് അത് ഈ ബിക്കിനി പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നടന്നു റോട്ടിൽ കൂടെ. അപ്പം തന്നെ അതിനെ പൊക്കി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി അതിന് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനെന്നും പറഞ്ഞാൽ കൊണ്ടുപോയത്. അപ്പോൾ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് എന്നും പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതുവരെ അതിനെപ്പറ്റി പിന്നൊന്നും കേട്ടിട്ടില്ല. കുട്ടിയെക്കുറിച്ച് ഒരു വിവരമില്ല, എവിടെയാണെന്നും അറിയില്ല, അതിന് എന്താ കാണിച്ച് എന്നുള്ളതും അറിയില്ല. മറ്റേ മാസാമീനിനെ കൊന്ന് ശവശരീരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബഹളം ഉണ്ടായല്ലോ. അപ്പോൾ ഈ ശവശരീരം കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. ഈ കക്ഷി എവിടെയാണെന്നോ എന്താണ് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്നോ ഒരു രൂപവും ഇതുവരെ പുറത്തുവിട്ട് ഒരു ഐഡിയയും പുറത്തുവിടുന്നില്ല. ആളിപ്പോൾ ഉണ്ടോ കൊല്ലപ്പെട്ടോ എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മസൂദ് പെഷസ്കിയാൻ ഇങ്ങനെ ഒന്നും ചെയ്യാനാകാത്ത കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അവർക്ക്. പക്ഷേ ഇതിൽ അവിടെ ഡിസിഡൻസ് ആവശ്യപ്പെടുന്ന ഇൻ്റർനാഷണൽ ഏജൻസീസൊക്കെ ഒന്ന് ഇടപെടണ ഈ കാര്യത്തിൽ നിന്നാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ നമുക്കറിയാമല്ലോ ഭയങ്കര കർക്കശമായ നിയമങ്ങളാണ്. പക്ഷേ എന്നാലും സ്ത്രീകൾ പിന്നോക്കം പോകാൻ തയ്യാറല്ല. മാത്രമല്ല, അവിടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇതിനെ എതിർക്കാൻ ധൈര്യം കാണിക്കുന്നത് സ്ത്രീകളാണ്. ഈ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെള്ളിയാഴ്ച അവർ കേൾക്കുന്ന ഈ മോസ്കിൽ പോയിട്ട് കേൾക്കുന്ന കുത്തുബ എന്ന് പറഞ്ഞൊരു
പരിപാടിയുണ്ട്. കുത്തുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്രഭാഷണമാണ്. അത് കേട്ട് അത് മുഴുവനും വിശ്വസിച്ചിട്ട് അങ്ങനെ അങ്ങ് കുറേ അവരുടെ മൈൻഡ് മസ്തിഷ്കത്തിലേക്ക് അത് ഇഞ്ചെക്ട് ചെയ്യാണ്. അതേസമയം സ്ത്രീകൾ ഇതിന് പോകണില്ലല്ലോ. അതെ അതെ. മാത്രമല്ല അവർക്ക് ഒരുപക്ഷെ പുരുഷന്മാരെക്കാളും കൂടുതൽ ഈ കുറച്ചുകൂടി വിദ്യാഭ്യാസവും സൗകര്യവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇൻ്റർനെറ്റ് കാണുന്നു, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴി ഈ ലോകത്തെക്കുറിച്ച് അറിയുന്നുണ്ട്. ആയത്തുള്ളമാർ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ചെറിയ രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് സ്ത്രീകൾക്ക്. അതുകൊണ്ടായിരിക്കാം അവർ ഈ രീതിയിൽ പെരുമാറുന്നത്. പുരുഷന്മാർ ഈ കുത്തുബയുടെ സ്വാധീനത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ കുറച്ചും കൂടി സമയം പിടിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഇതിലൊക്കെയുള്ള ട്രാജിക് ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1967 ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് പദ്ധതി ഇട്ട രാജ്യമാണ് ഇറാൻ. അതിൽ ഇറാനെ സഹായിച്ച രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ ന്യൂക്ലിയർ പ്രശ്നം പറഞ്ഞൊക്കെ വലിയ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ 1967 എല്ലാവിധ മോഡേൺ ഡെവലപ്മെൻറ്റിനും കളമൊരുക്കിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. അന്ന് ഡൈറ്റ് ഐസനോർ എന്ന് പറയുന്ന പ്രസിഡൻ്റ് ആയിരുന്നു അമേരിക്കയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ഇറാൻ ന്യൂക്ലിയർ പ്ലാന്റിന് വേണ്ട എല്ലാ പ്രാരംഭ നടപടികളും സ്വീകരിച്ചിരുന്നു. അത് മാത്രമല്ല ഇറാനിൽ അന്നത്തെ ഷാ ഉണ്ട്, ഹിസ് ഇമ്പീരിയൽ മജസ്റ്റി ഷാ റീസ പഹൽവി എന്ന് പറയുന്ന രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെയും കുറച്ച് സഹായം തേടിയിരുന്നു. അതായത് ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, അതേപോലെ മറ്റേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ഇതിന് രണ്ടിനെയും മോഡൽ ചെയ്ത് അവിടെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു ഇറാനിലെ ഷാ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് IITയുടെയും എയിംസിൻ്റെ ഇതിൻ്റെയും കൂടി അവരുടെ അതിനെ മോഡൽ ചെയ്തിട്ട് ഇറാനിൽ തുടങ്ങാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു, പദ്ധതി ഇട്ടിരുന്നു. ഒരു IITയും ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് മോഡലിലുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജോടെ തുടങ്ങി. അത് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. പിന്നെ അതേപോലെ മുന്നോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ അതൊക്കെ 1979 ദൈവത്തിൻ്റെ ആൾക്കാർ നേരിട്ട് വന്നതോടുകൂടി അതൊക്കെ ഇപ്പോൾ പഴങ്കഥയായിട്ട് ഏൻഷ്യൻ ഹിസ്റ്ററി ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഏതായാലും ഈ മസൂദ് പെഷസ്കിയാൻ വന്നു, അതുകൊണ്ട് അയവ് വന്നു, ഹിജാബ് അത്ര നിർബന്ധമൊന്നും ആവില്ല എന്ന് പറഞ്ഞാലും അവിടുത്തെ വനിതകൾ ഇതിനെ എത്ര എതിർത്താലും അവിടുത്തെ ഭരണകൂടം ശക്തമായിട്ട് തന്നെ ഇത് നടപ്പാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതാണ് ലേറ്റസ്റ്റ് പൊസിഷൻ. സാർ, ഈ 1979 ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ളമാർ വന്നല്ലോ. അപ്പോൾ ആയത്തുള്ളമാർ വന്നപ്പോൾ ആ മതഭരണകൂടം അവിടെ വരുത്തണമെന്ന്, അല്ലെങ്കിൽ അവിടെ നിലനിൽക്കണമെന്ന് അവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ ആയത്തുള്ളമാർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റിയത്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനൈ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴും ആ മത തീവ്രവാദത്തെ അവിടെ അംഗീകരിക്കുന്ന വലിയൊരു വിഭാഗം പുരുഷന്മാരുണ്ട്. പക്ഷേ അതിനെയാണ് ഇസ്രയേലും അമേരിക്കയും കൂടെ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ മനസ്സിലാക്കി ഇനി ഇവരെ അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവർക്ക് ഇത്രയുള്ള ശക്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽപ്പെട്ട കുറേ ആളുകൾ ഇപ്പം ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഏതാണ്ട് 10 ലക്ഷത്തോളം പേരാണ് ഇറാനിൽ ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ തലസ്ഥാനത്ത് ഒരു എയർപോർട്ടിൽ വെച്ച് ഒരു സ്ത്രീ, ഇറാനിയൻ യുവതിയോട് ഒരു ഷിയ പണ്ഡിതൻ അവിടെ വെച്ച് നീ എന്താണ് ഈ തലപ്പാവ് ധരിക്കാത്ത, ഹിജാബ് ധരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇവൾ പെട്ടെന്ന് രോഷാവലിയാകി അയാളുടെ തലപ്പാവ് തട്ടിയെടുത്ത് അവൾ എടുത്തിടുകയും ചെയ്തു. ഇതിൽ രോഷാവലിനായി ഷിയ പണ്ഡിതൻ അവളെ മർദ്ദിച്ചു. പിന്നെ കണ്ടത് അവിടെ ഇരിക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് ഈ പണ്ഡിതനെ മർദ്ദിക്കുന്നത്. അപ്പോൾ പണ്ടായിരുന്നുവെങ്കിൽ ഈ ഷിയ പണ്ഡിതൻ ഇങ്ങനൊരു കാര്യം പറയുകയും ഒരു സ്ത്രീ എതിർത്ത് പറയുകയും ചെയ്താൽ ഒരു പക്ഷേ അവളുടെ തലയുണ്ടാകുമായിരുന്നില്ല. അപ്പം കാര്യങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. ഇത്തരത്തിലുള്ള വലിയ മാറ്റത്തിലേക്ക് ജനങ്ങൾ മാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ക്രൈസ്തവ മതത്തിലേക്ക് ആളുകൾ കൂടുതൽ വീണ്ടും പോവുകയല്ലേ ഇതിനെ. അപ്പോൾ ഇനി ഈ ഷിയ തീവ്രവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഈ മതത്തിലല്ല, ഞങ്ങൾ ക്രൈസ്തവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് മാറി, ഇനി ഞങ്ങളെ എന്തിനാണ് നിയന്ത്രിക്കുന്നത് എന്ന തലത്തിലേക്ക് അവിടെ കാര്യങ്ങൾ മാറുന്നു അല്ലേ മൊത്തത്തിൽ. പക്ഷേ ക്രൈസ്തവ മതത്തിൽ മാറിയിട്ടുണ്ട്, നിങ്ങളുടെ നിയമം ഞങ്ങൾക്ക് ബാധകമല്ലാതെന്നും പറഞ്ഞാൽ അവിടെ നടക്കും എന്ന് തോന്നണില്ല അവരെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മതം മാത്രം മതി, അതിൻ്റെ നിയമങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും. ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഏതെങ്കിലും നിയമത്തിൽ കുറച്ച് റിലാക്സ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാൻ ബുദ്ധിമുട്ടാകും. പക്ഷെ എന്തായാലും ഇപ്പോൾ സ്ത്രീകളിലും മാറ്റം വരുന്നുണ്ടല്ലോ. ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് മാറ്റം വരുമ്പോൾ ആ സമൂഹത്തെ മൊത്തം അത് ബാധിക്കും. ഇപ്പോൾ ഇവർ വെള്ളിയാഴ്ച പോയിട്ട് ഈ കുത്തുബ കേട്ട് കഴിഞ്ഞിട്ട് ഈ കാണുന്നവരാണ് ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് വിചാരിച്ചാലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഏതായാലും വൈഫിൻ്റെയും അതേപോലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർ ഈ ഇൻ്റർനെറ്റ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയത്തുള്ള ദൈവത്തിൻ്റെ സ്വന്തം ആളായിട്ട് കാണുന്നത് അതിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ്. പതുക്കെ അവിടെയും മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ
ഇറാൻ കാണിക്കുന്ന പോലെ തന്നെ പണ്ട് കാലങ്ങളിൽ സൗദി അറേബ്യയിലൊക്കെ ഭയങ്കര കർക്കശമായ നിയമങ്ങളായിരുന്നു, ഈജിപ്തിലെ കർക്കശമായ നിയമങ്ങളായിരുന്നു. അവരൊക്കെ ഈ കാര്യത്തിൽ വളരെ മാറിപ്പോയല്ലോ, വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ എല്ലായിടത്തേക്കും അത് വ്യാപിക്കും. ഇറാനിലും അത് സംഭവിക്കാനാണ് സാധ്യത. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇത്രയും മാറ്റം വന്നേലായി. സാർ 2016 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയപ്പോഴാണ് ഈ പറയുന്ന ഉപരോധം ഏർപ്പെടുത്തുന്നത്. അപ്പം അതിനുശേഷം ബൈഡൻ വന്നപ്പോൾ ഉപരോധത്തിൽ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ വന്നു. ഇപ്പോൾ വീണ്ടും 24-25 ബൈഡൻ മാറി ഈ ട്രംപ് വരുമ്പോൾ വീണ്ടും ഇവർ ഉപരോധത്തിൻ്റെ കടുത്ത ആശങ്ക നേരിടുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവർ നോക്കിയിരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ സഹായം പോലും കിട്ടിയാൽ കൊള്ളാമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയേറ്ററായിട്ട് ഇന്ത്യ നിന്ന് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഈ ഹിജാബ് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ കാടൻ നിയമങ്ങൾ ഇറാനിൽ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും പഴയ ഒരു തലത്തിലേക്ക് തിരിച്ചു പോകുന്നുള്ള. അപ്പോൾ നേരത്തെ ഈ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കും, ഇറാനിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ഭരിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുകയും മത നേതാക്കളെ അവിടുന്ന് അടിച്ചോടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെ ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ച ഈ ഷിയ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഈ അയത്തുള്ളമാരെ ഇനി ഇവിടെ നിലനിർത്തില്ല എന്ന് പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ ഈ ട്രംപ് വരുമ്പോൾ? ഉണ്ടാകാം. നമുക്ക് കാത്തിരുന്നേ കാണാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ബട്ട് ഇൻ ദി ഫുൾനെസ് ഓഫ് ടൈം കുറച്ച് നമുക്ക് കാത്തിരിക്കുമ്പോൾ ഇവിടെയും മാറ്റം എങ്ങനെയായാലും ഇറാനിലും വരും, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.